ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് ഓക്സിമോറോണിക്ക എന്നാണ്. പാരഡോക്സിക്കൽ വിറ്റ് ആൻഡ് വിസ്ഡം എന്നാണ് ഈ ബുക്കിന്റെ സബ് ടൈറ്റില്. ഇത് എഴുതിയേക്കുന്നത് ഡോക്ടർ മാർഡി ഗ്രോത്ത് ആണ്. ഓക്സിമോറോണിക്ക എന്നാണ് ആ ബുക്കിന്. അപ്പൊ ഓക്സിമോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മലയാളത്തില് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയും, അയാൾ നന്നായി ആ ക്യാച്ച് എടുത്തു എന്നല്ല പറയാറ്, ക്യാച്ച് പിടിച്ചു എന്ന് പറയാം. അപ്പൊ ക്യാച്ച് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പിടിച്ചു എന്നാണ്. അപ്പൊ പിടിച്ചു എന്നാവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ, അതായത് നല്ലവനായ വില്ലൻ, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെയാണ് ഓക്സിമോറോൺ എന്ന് ഇംഗ്ലീഷിൽ പൊതുവെ വിളിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് 1000-ഓളം ഓക്സിമോറോണിക് കോട്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ള. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കോട്സ് ഒക്കെ വായിച്ച് അതിന്റെ അർത്ഥമൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഓക്സിമോറോണിക്കയാണ്. അതിലോട്ട് ഇപ്പൊ പറയാണ്, ആക്ടിങ് ഈസ് ഹാപ്പി അഗണി എന്നാണ്. ഓക്കെ, ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടനം, ഹാപ്പി അഗണി എന്ന് പറയാം. അഗണി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഹാപ്പി അഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഡെവിൾസ് ഡിക്ഷണറി എന്ന് പറയുന്ന സാധനമുണ്ട്. ഡെവിൾസ് ഡിക്ഷണറി, അത് അംബ്രോസ് ബിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പാതിരി എഴുതിയതാണ്. അയാളൊരു പാതിരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസ് അഥവാ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗണി പോർട്രേഡ് ആസ് എ വെർച്യു എന്നാണ്. അപ്പൊ ക്ഷമിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അയാൾക്ക് നല്ല പേഷ്യൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഗോയിങ് ത്രൂ അഗണി എന്ന് പറയും. എന്നിട്ട് അതിനെ പിടിച്ച് പൊക്കി പറയാണ് ചെയ്യണം. അപ്പൊ ആക്ടിങ് ഈസ് ഹാപ്പി അഗണി ഒരു ഇതാണ്. പിന്നെ ഐ ആം ഡീപ്ലി സൂപ്പർഫിഷ്യൽ ആണ് വേറൊരെണ്ണം. ഓക്കെ, സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് എന്നാണ് അർത്ഥം. അപ്പോൾ അയാളുടെ നോളജ് സൂപ്പർഫിഷ്യൽ ആണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ കാണുന്നത് ഐ ആം ഡീപ്ലി സൂപ്പർഫിഷ്യൽ എന്നാണ്. ഈവൻ ഹിസ് ഇഗ്നോറൻസ് ഈസ് എൻസൈക്ലോപീഡിക് എന്നാ പറയണേ. ഈവൻ ഹിസ് ഇഗ്നോറൻസ് ഈസ് എൻസൈക്ലോപീഡിക്. അപ്പോ അറിയാം, ഇപ്പൊ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എന്താ പറയാ, വിക്കിപീഡിയ ഈസ് സം കൈൻഡ് ഓഫ് ആൻ ഓൺലൈൻ എൻസൈക്ലോപീഡിയ. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ അതിന്റെ ഇപ്പൊ ഓൺലൈനായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. അപ്പോ ഒരു കാലത്ത്, അതായത് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഐ വാസ് ബോൺ ഇൻ 1972. അപ്പൊ ലേറ്റ് 80s ഞാൻ പണ്ഡിതനാവാൻ തീരുമാനിച്ച ഒരു ദിവസം. അപ്പൊ ആ സമയത്ത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക കവർ ടു കവർ വായിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഞാൻ കവർ ടു കവർ വായിക്കാൻ ശ്രമിക്കുകയും ഏകദേശം 29-30 പുസ്തകമുണ്ട്. അതില് 32 പുസ്തകം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഞാൻ എൻസൈക്ലോപീഡിയ അമേരിക്കാനെയും ആലോ മുനിസിപ്പൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വായിക്കാൻ നോക്കിയത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയാണ്. അത് മൈക്രോപീഡിയ എന്ന് പറഞ്ഞാൽ 12 ബുക്കും മാക്രോപീഡിയ എന്ന് പറഞ്ഞിട്ട് 20 ബുക്കുമാണ്. അപ്പൊ ഈ 12 പുസ്തകം ഞാൻ വായിക്കാൻ I think it took close to 4 years for me in order to actually read the 12 books. Most of the articles, എല്ലാ ആർട്ടിക്കിളൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ഇനിയിപ്പോ മാക്രോപീഡിയ 20 എണ്ണം കൂടി കിടപ്പുണ്ട്. അപ്പോ പക്ഷേ കൊല്ലങ്ങൾക്ക് ശേഷം 2006 ഞാനൊരു പുസ്തകം വാങ്ങിക്കാൻ ഇടവന്നു. ആ പുസ്തകത്തിന്റെ പേര് നോ ഇറ്റ് ഓൾ എന്നാണ്. അത് എഴുതിയതൊരു ജേക്കബ്സ് എന്ന് പറഞ്ഞ ആളാണ്. ഈ ജേക്കബ്സ് ഈ ബുക്ക് കവർ ടു കവർ, ഒരു ഇസ്രായേലി മനുഷ്യനാണ്. അത് കവർ ടു കവർ വായിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. അപ്പോ ഇയാളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു, ഇപ്പൊ നിങ്ങള് ഹൗ ടു ലീവ് ലൈക്ക് എ ബിബ്ലിക്കൽ മാൻ ഇൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞു, ഹൗ ടു ലീവ് ലൈക്ക് എ ബിബ്ലിക്കൽ മാൻ ഇൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹമാണ് നോ ഇറ്റ് ഓൾ എന്നാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇവിടെ വന്നത് ഈവൻ ഹിസ് ഇഗ്നോറൻസ് ഈസ് എൻസൈക്ലോപീഡിക് എന്നാണ്. ഓക്കെ, അപ്പോ encyclopedia is supposed to or the person who compiles the encyclopedia, or if you have got encyclopedia, you are supposed to know more. About ignorance അതൊരു ഓക്സിമോറൺ ആയിട്ടാണ് വരുന്നത്. ഐ ലവ് മൈ കൺട്രി ടു മച്ച് ടു ബി എ നാഷണലിസ്റ്റ്. ഓക്കെ, അപ്പോ അതൊരു എന്താ പറയാ, ഐ ലവ് മൈ കൺട്രി ടു മച്ച് ടു ബി എ നാഷണലിസ്റ്റ്. അപ്പോ എനിക്ക് എന്നെ സത്യം പറയാലോ, ഞാൻ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് വായിക്കുമെങ്കിലും എനിക്ക് എല്ലാത്തിൻ്റെയും അർത്ഥമൊന്നും
അവർ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. ചിലപ്പോ ഇപ്പോഴത്തെ കാലത്ത് ChatGPT ഒക്കെ നോക്കിയാൽ. അപ്പൊ സെന്റൻസ് ഇതാണ്, ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് എന്തായാലും, ഐ ലവ് മൈ കൺട്രി ടു മച്ച് ടു ബി എ നാഷണലിസ്റ്റ്. അപ്പോ എന്താ പറയാ, ഈ ഒരു അതിശയോക്തി കലർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ എനിക്ക് അതിന്റെ ഫുൾ അർത്ഥം കിട്ടിയിട്ടില്ല. അപ്പോ ഈ അടുത്തൊരു കോട്ടാണ്, ഫ്രീ ലവ് ഈസ് ടു എക്സ്പെൻസീവ്. ഇത് പറഞ്ഞേക്കണത് ബെർണാഡെറ്റെ ഡെവ്ലിൻ എന്ന് പറഞ്ഞ ആളാണ്. എനിക്കറിയില്ല, ഒരു കീത്ത് ഡെവ്ലിൻ എനിക്കറിയാം. കീത്ത് ഡെവ്ലിൻ ഹാസ് റിട്ടൺ എ വണ്ടർഫുൾ ബുക്ക് ഓൺ, ഹാസ് റിട്ടൺ ലോട്ട് ഓഫ് ബുക്സ് ഓൺ മാത്തമാറ്റിക്സ്. അപ്പൊ അയാളുടെ ഒരു കോഴ്സ് വരെയുണ്ട്. ഈ ഡെവ്ലിൻ എന്നുള്ള സർനെയിം എനിക്കറിയാം, പക്ഷെ ഫ്രീ ലവ് ഈസ് ടു എക്സ്പെൻസീവ് ഇതാണ്. പിന്നെ the superfluous is the most necessary. അത് വോൾട്ടയർ പറഞ്ഞു. അപ്പൊ ഈ വോൾട്ടയർ എന്ന് പറഞ്ഞ ആള് ഒരു ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് ആണ്. അപ്പോ ഈ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് കണ്ടുപിടിച്ചത് ന്യൂട്ടൺ ആണോ ലെബനിറ്റ്സ് ആണോ എന്നുള്ളൊരു തർക്കം യൂറോപ്പിൽ നിലനിന്നിരുന്ന കാലത്ത് ന്യൂട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള വോൾട്ടയർ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതില് ഒരു പുസ്തകത്തിന്റെ പേര് കാൻഡിഡേ എന്നാണ്. കാൻഡിഡേ. അപ്പൊ കാൻഡിഡേ എഴുതിയത് വോൾട്ടയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ട്രോളായിരുന്നു ഓൺ നമ്മുടെ എന്താ പറയാ ലെബനിറ്റ്സിനെതിരെ. അപ്പൊ ലെബനിറ്റ്സിനെ ഡോക്ടർ പാൻഗ്ലോസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. നിങ്ങൾ നോക്കിയാൽ പറയാം, ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് വോൾട്ടയർ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കാൻഡിഡേ, അതിലെ ക്യാരക്ടറിന്റെ പേര് ഡോക്ടർ പാൻഗ്ലോസ് എന്നാണ്. പാൻഗ്ലോസ് ഈ സിഗ്നിഫൈങ് ഗോഡ്ഫ്രിഡ് വിൽഹം വോൺ ലെബനിറ്റ്സ്, അതായത് ന്യൂട്ടന്റെ പ്രതിയോഗിയായിരുന്നു. അപ്പൊ സാധാരണ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ എതിരാണെന്നാണ് പൊതുവെയുള്ള ഒരു വെപ്പ്. കാരണം ഫ്രഞ്ചുകാർ പൊതുവെ റാഷണലിസ്റ്റുകളും മറ്റേ എന്താ പറയാ, നമ്മുടെ ഇംഗ്ലീഷുകാർ പൊതുവെ എംപെരിസിസ്റ്റുകളാണ്. അപ്പോ ഫോർ സം റീസൺ എനിക്ക് അറിഞ്ഞൂടാ, ലെബനിറ്റ്സ് വാസ് റിഗാർഡഡ് ഇൻ ലോ റിഗാർഡ് ബൈ ദിസ് ഫെല്ലോ. ഓക്കെ, അപ്പോ വോൾട്ടയർ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വോൾട്ടയർ ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു ക്യാരക്ടറാണ്. പിന്നെ ഒരെണ്ണം വളരെ many famous sayings in the history fit under the umbrella of oxymoronica. അതിൽ ഒരെണ്ണമാണ് ലെസ് ഈസ് മോർ. അപ്പൊ ലെസ് ഈസ് മോർ ഒരു എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. അപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതായത് ഇപ്പോ യുണിക്സിൽ കമാൻഡ് അടിക്കുകയാണ് LS-L ഓർ മോർ എന്നാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ there is a play on that word. There is a utility called GNU-less. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മോട്ടിഫ് എന്ന് പറഞ്ഞൊരു ടൂൾ കിറ്റ് ഉണ്ട്, ഒരു വിൻഡോ മാനേജർ ഒക്കെ ഉണ്ട്. അതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ അവർ ലെസ്റ്റിഫ് എന്നായിരുന്നു. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞൂടാ. ഞാൻ പണ്ട് കുറച്ച് കോഡൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ സ്കോ യുണിക്സിൽ മോട്ടിഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലെസ് ഈസ് മോർ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ബുക്ക് കോൾഡ് പാരഡോക്സ് ഓഫ് ചോയ്സ്. അപ്പൊ പാരഡോക്സ് ഓഫ് ചോയ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബാരി ഷോർട്സ് എന്ന് പറഞ്ഞൊരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എഴുതിയതാണ്. പ്രോബ്ലം ഓഫ് പ്ലെന്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോയ്സ് കൂടുന്തോറും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോയ്സ് കുറയുക എന്നുള്ളൊരു പാരഡോക്സ് ലൈഫിലുണ്ട്. അപ്പൊ വേറൊരു എന്താ പറയാ, ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ്, അയാളുടെ പേര് അൽഫോൺസ് കാർ ആണ്. അയാളുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ്, ദ മോർ തിങ്സ് ചേഞ്ച് ദ മോർ ദേ റിമൈൻ ദ സെയിം. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, എന്ത് മാറിയാലും ഓക്കെ കാര്യങ്ങളൊക്കെ പഴയ മാതിരി ആയിരിക്കും എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടു ലീഡ് ദ പീപ്പിൾ വാക്ക് ബിഹൈൻഡ് ദം. ഓക്കെ, അതൊരു അർത്ഥം വെച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആരാ പറഞ്ഞത്? ലാവോ ട്സു, ഒരു ചൈനീസ് തിങ്കർ ആണ്. ഓക്കെ, അപ്പൊ ടു ലീഡ് ദ പീപ്പിൾ വാക്ക് ബിഹൈൻഡ് ദം. അപ്പോ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഒരു എന്താ പറയാ, ഒരു പുതിയൊരു ലീഡർഷിപ്പ് മോഡൽ ആയിട്ട് പൊതുവെ പറഞ്ഞു സെർവൻ ലീഡർഷിപ്പ് എന്ന് പറയും. ഇപ്പൊ ലീഡർ എന്ന് പറഞ്ഞ സാധനം ധീര ദേശ് ക നേതാ കൈസാ ഹേ, അടൽ ബിഹാരി ജൈസാ ഹേ, അല്ലെങ്കിൽ ബീഹാർ ക നേതാ കൈസാ ഹേ, എന്താ പറയാ, നമ്മുടെ ലാലു പ്രസാദ് ജൈസാ ഹേ എന്ന് പറഞ്ഞ ജബ് തക് സമൂസേ മേ ആലു ബീഹാർ മേ രഹേംഗ ലാലു എന്നൊക്കെ പറഞ്ഞ്
ഈ ദേശ് നേത എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിനെ കളിയാക്കി വിളിക്കുന്നത് ദേശ് നേതാന്ന്. അപ്പൊ അപ്പൊ അവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടു ലീഡ് ദ പീപ്പിൾ വാക്ക് ബിഹൈൻഡ് ദം. ഓക്കെ, അപ്പൊ സർവന്റ് ലീഡർഷിപ്പ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, rather than leading from the front, okay, you enable people to succeed. അപ്പൊ അതിനാണ് പറയണേ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഒരു രസകരമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനിയിപ്പോ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൺ ടു ഡു ദ ഇമ്പോസിബിൾ. വാൾട്ട് ഡിസ്നി പറഞ്ഞതാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫൺ ടു ഡു ദ ഇമ്പോസിബിൾ. അത് ലിറ്ററലി വായിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എങ്ങനെയാ ചെയ്യാൻ, പക്ഷെ അവിടെ അങ്ങനെയല്ല. അസാധ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്താ പറയാ, ഫണ്ണാണെന്നാണ് ഇവിടെ അതിന്റെ ഒരു ലക്ഷണാർത്ഥം അഥവാ ഇംപ്ലൈഡ് മീനിങ് ഒക്കെ. ഇപ്പൊ ലിറ്ററലി അത് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് പാരഡോക്സിക്കൽ ഓർ ഓക്സിമോറോണിക്കൽ. പീപ്പിൾ വാണ്ട് എക്കണോമി ആൻഡ് ദേ വിൽ പേ എനി പ്രൈസ് ടു ഗെറ്റ് ഇറ്റ്. ഇതിപ്പോ ലീ അയോക്കോക്കാണ്. ഇപ്പൊ ലീ അയോക്കോക്ക പറഞ്ഞൊരു കോട്ടാണ്, പീപ്പിൾ വാണ്ട് എക്കണോമി ആൻഡ് ദേ വിൽ പേ എനി പ്രൈസ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീപ്പായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എക്കണോമി ഓഫ് സ്കെയിൽ, അതായത് ഇപ്പൊ നിങ്ങള് ലാർജ് വോളിയത്തില് സാധനം പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് സാധനം കിട്ടും. അതേമാതിരി തന്നെ വോളിയം വിൽ ആക്ച്വലി ഗീവ് യു ഗുഡ് റവന്യൂ, കാരണം മാർജിനൽ കോസ്റ്റ് ടു സെല്ല് കുറയും ആസ് ദ വോളിയം ഇൻക്രീസസ്. അപ്പോൾ എക്കണോമി എന്നവിടെ ഉദ്ദേശിച്ചത് അതിനു വേണ്ടി എന്ത് പ്രൈസും കൊടുക്കാൻ തയ്യാറാണെന്നാണ്. അപ്പൊ അവിടെ ഒരു വേർഡ് പ്ലേ ഉണ്ട്, അതാണ് ഒരെണ്ണം. പിന്നെ എന്താണ്, ഐ നോ ഹെയർ ബിഫോർ ഷി വാസ് എ വെർജിൻ. ഐ നോ ഹെയർ ബിഫോർ ഷി വാസ് എ വെർജിൻ. അപ്പൊ അതൊരു അർത്ഥം വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ, അതായത് ഒരാളെ, ഒരു സ്ത്രീയെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറച്ചും കൂടി അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടെന്നാണ് ഇത് തോന്നിയേക്കണേ. പിന്നെ അടുത്തത് വേറൊരു ഇതാണ്, റൊണാൾഡ് റീഗൻ പറഞ്ഞതാ, ആൻഡ് ഓതന്റിക് ഫോണി ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹി സീംസ് ടു ബി എ ഫോണി ക്യാരക്ടർ എന്ന് വെച്ചാൽ ഡൂബിയസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നാണ്. ഓതന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 916 ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഓതന്റിക് ഫോണി എന്നാണ് റൊണാൾഡ് റീഗൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ലീ അയോക്കോക്കയുടെ ഒരു കോട്ട് വായിച്ചത്, പീപ്പിൾ വാണ്ട് എക്കണോമി ആൻഡ് ദേ വിൽ പേ എനി പ്രൈസ് ടു ഗെറ്റ് ഇറ്റ്. അപ്പൊ ലീ അയോക്കോക്ക എന്ന് പറഞ്ഞ ഒരാളൊരു ലെജൻഡറി ബിസിനസ് ഫിഗർ ആണ്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ അയാളുടെ ബുക്കൊക്കെ വരും, ടോക്കിംഗ് സ്ട്രേറ്റ് അങ്ങനെയൊക്കെ. അപ്പോ ഇന്ന് പല വാറൻ ബുഫയുടെ ബുക്സോ അല്ലെങ്കിൽ മറ്റേ റിച്ചർഡ് ബ്രാൻസൺ ഫ്രം വിർജിൻ ഗ്രൂപ്പിന്റെ ഒക്കെ ബുക്ക് വായിച്ചിരുന്ന മാതിരി എന്റെയൊക്കെ ചെറുപ്പത്തിലെ ആൾക്കാർ വായിച്ചിരുന്നത് ലീ അയോക്കോക്കയാണ്. അപ്പൊ ലീ അയോക്കോക്ക ക്രൈസ്ലർ കോർപ്പറേഷൻ മറ്റേ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ അതിനൊരു ടേൺ അറൗണ്ട് ഉണ്ടാക്കിയതിനു വേണ്ടി വളരെ ഫേമസ് ആണ്. ഒരു ഇറ്റാലിയൻ ആണ്. ഒരു എന്താ പറയാ, പുള്ളിയുടെ ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ഈറ്ററിയാണ്, അല്ലെങ്കിൽ ഫുഡിലാണെന്നാണ് പുള്ളിയുടെ അവകാശവാദം. ഓക്കെ, ഇനി പുള്ളി അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്ക് വല്ല എന്താ പറയാ ബേക്കറി ചെയിനോ എന്തുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ സാമുവൽ ഗോൾഡ്വിൻ. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇവരൊക്കെ എന്തിനാണെന്ന് ഫേമസ് എന്ന് എനിക്കറിയില്ല. എ വെർബൽ കോൺട്രാക്ട് ഈസ് ഇൻ വെർത്ത് പേപ്പർ ഇറ്റ് ഈസ് പ്രിന്റഡ് ഓൺ എന്ന്. അപ്പൊ ഒരു വെർബൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വായ്ത്താരടിക്കുക എന്ന് പറയും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു അത് എഴുതി, പക്ഷെ അത് സീരിയസ്നെസ് ഇല്ലാത്തൊരു കോൺട്രാക്ട് എന്നായിരിക്കാം ഇവിടെ മീൻ ചെയ്തത്. അത് അതിന് വലിയ ഐ തിങ്ക് നോബഡി ഈസ് ആക്ച്വലി, ഇപ്പൊ ഈ പല കമ്പനികളൊക്കെ ഈ സ്റ്റോക്ക് ഓപ്ഷൻ ഒക്കെ കൊടുക്കും, എന്നിട്ട് അത് കൊടുക്കുന്നവനും അറിയാം അത് ചിലപ്പോ റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്, മറ്റേ വാങ്ങിക്കുന്നവനും അത് ഇത് ചെയ്യണം. അപ്പൊ വെർബൽ കോൺട്രാക്ട് ഇസ് ഇൻ വർത്ത് എന്താണ് പേപ്പർ ഇറ്റ് ഈസ് പ്രിന്റഡ് ഓൺ. ഓക്കെ, ഇനിയിപ്പോ വേറൊരെണ്ണം യോഗി ബെഹ്റയാണ് ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് പറഞ്ഞാണ്, നോബഡി ഗോസ് ദെയർ എനിമോർ ഇറ്റ് ഈസ് ടു ക്രൗഡഡ്. അതൊരു ഭയങ്കര ഇതാണ്. ഇപ്പൊ ഓക്കെ, ഈ നമുക്ക് അടുത്ത ബുധനാഴ്ച പോവാം, തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ ബുധനാഴ്ച നല്ല തിരക്കുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ
ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഫസ്റ്റ് ദിവസം പോയ ടിക്കറ്റ് ഒക്കെ കിട്ടും. പല സിനിമകൾക്കും ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് സ്ഥിരമായിട്ട് എറണാകുളത്ത് പത്മയിൽ തിയേറ്ററിലെ സിനിമയ്ക്ക് പോകും. അപ്പൊ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് വെക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ തിരക്കുണ്ടാവില്ല. കാരണം എല്ലാവർക്കും ഫസ്റ്റ് ഡേ തിരക്കാണെന്നുള്ളത് തോന്നുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അന്ന് തിരക്കുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അതൊരു പാരഡോക്സ് ആണ് ലൈഫിലെ. പിന്നെ ഹോളണ്ട് ലൈസ് സോ ലോ ദേ ആർ ഓൺലി സേവ്ഡ് ബൈ ബീങ് ഡാംഡ് എന്ന്. അതായത് ഈ എന്താ പറയാ ഹോളണ്ട് ഹോളണ്ട് എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ചിന്റെ വേറെ പേരാണ്. ലൈസ് സോ ലോ ദേ ആർ ഓൺലി സേവ്ഡ് ബൈ ബീങ് ഡാംഡ് എന്നാണ്. ഡാംഡ് എന്ന് പറഞ്ഞാൽ DIM ഡാംന്നും ഡാംഡ്. അതായത് ഈ അവിടെ ഒരു ഇതിന്റെ ഹോളണ്ടിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഹോളണ്ടിലെ മിക്ക കോസ്റ്റൽ ഏരിയയും സീ ലെവലിന് താഴെയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഈ കൺട്രിയെ ശരിക്കും പറഞ്ഞ ഒരു ബണ്ടുമായി ഫെൻസ് ചെയ്തൊക്കെയാണ്. അതുകൊണ്ടാണ് വാട്ടർ കയറാത്തത്. പക്ഷെ എന്താ പറയാ ഈ അവിടെ ഒരു 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 എലമെന്റ് ഓഫ് ഫൺ ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റില്. അപ്പൊ വേറെ ഓസ്കർ വൈൽഡ്. ഓസ്കർ വൈൽഡ് ഒരു നോട്ടി ഇംഗ്ലീഷ് നോവലിസ്റ്റും പോയറ്റൊക്കെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞാണ് ദ സസ്പെൻസ് ഇസ് ടെറിബിൾ, ഐ ഹോപ്പ് ഇറ്റ് വിൽ ലാസ്റ്റ്. അപ്പോ ഈ എന്താ പറയാ ഒരു കാര്യം സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് യു ആർ നോട്ട് സർട്ടൺ യു ആർ നോട്ട് സർട്ടൺ അബൌട്ട് ദി ഔട്ട്കം ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ലാസ്റ്റ് എന്നുള്ളത് ഒരു ഓക്സിമോറോണിക് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് വായിച്ചു കഴിഞ്ഞാൽ. അടുത്തത് ലൈഫ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ് ടു ബി ടേക്കൺ സീരിയസ്ലി. ഇതും ഓസ്കർ വൈൽഡിന്റെ തന്നെയാണ്. അതായത് ഈ മറ്റേ എന്താ പറയാ പിന്നെ ടു ബി നാച്ചുറൽ എ വെരി ഡിഫിക്കൾട്ട് പോസ് ടു കീപ്പ് അപ്പ്. ഓക്കെ, അപ്പൊ പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണെന്നാണ് പറയണത്. ബട്ട് ഈ നാച്ചുറൽ ആവുന്നത് ഒരു പോസ്ചറാണ്, അല്ലെങ്കിൽ ഒരു പോസാണ് വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു കീപ്പ് അപ്പ്. അപ്പൊ അതൊരു ഫണ്ണി സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇത് ഇപ്പൊ എന്താ പറയാ ഓസ്കർ വൈൽഡ് മാതിരി തന്നെയാണ്. എന്താ പറയാ ബെർണാഡ് ഷായുടെ കോട്ടാന്നാണ്. ഐ ബിലീവ് ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് സൈലൻസ് ആൻഡ് കുഡ് ടോക്ക് ഫോർ അവേഴ്സ് അബൌട്ട് ഇറ്റ്. അതായത് സൈലൻസും ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആക്ച്വലി ഒരു പാരഡോക്സ് അവിടെ ഉണ്ട്. ഐ ആം എൻ ഏത്തീസ്റ്റ് ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ഇറ്റ്. ഓക്കെ, അതൊരു വലിയ തമാശയാണ്. അപ്പൊ ഐ ആം എൻ ഏത്തീസ്റ്റ് ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികൻ, അതായത് ദൈവ നിഷേധിയാണ്. അയാള് ദൈവത്തിനെ താങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ഇതാണ്. ഈ ഏത്തീസത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഓക്കെ ഈ ഇപ്പൊ കേരളത്തിലെ ഏത്തീസ്റ്റുകളെ പൊതുവെ യുക്തിവാദികൾ എന്ന് വിളിക്കുന്നത്. ശരിക്കും അവരെ യുക്തിവാദികൾ എന്നല്ല വിളിക്കേണ്ടത്, അവരെ എംപെരിസിസ്റ്റുകളാണ്, അവരെ അനുഭവവാദികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദികളിൽ ഭൂരിഭാഗവും അന്യമത വിദ്വേഷം മറച്ചു വെക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഏത്തീസത്തെ കാണുന്നത്. അപ്പൊ അവിടെ ഒരു എന്താ പറയാ അവര് ഈ ഐ താങ്ക് ഗോഡ് ഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ അവര് ചിലപ്പോ അത് എന്താ പറയാ അവരുടെ ഇഷ്ടദൈവങ്ങളായിരിക്കും അവര് മിക്കവാറും എന്താ പറയാ പൂജിക്കല്ല, മറ്റേ സ്മരിക്കുക ഇത് പറയുമ്പോ. പിന്നെന്താണ് ഓക്കെ ആഷ്ലി മൊണ്ടേഗ് പറയുന്ന ഒരെണ്ണമാണ് ഐ വാണ്ട് ടു ഡൈ യങ് അറ്റ് ദ റൈപ്പ് ഓൾഡ് ഏജ് എന്ന്. പിന്നെ എന്താണ് ഐ തിങ്ക് പീപ്പിൾ ഹു ഗോ ടു എ സൈക്കാട്രിസ്റ്റ് ought to have their heads examined എന്ന്. അപ്പൊ ഇതാരാ പറഞ്ഞേ? ഇപ്പൊ ജെയിൻ എയ്സ് എന്ന് പറഞ്ഞ ലേഡിയാന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്. ഐ തിങ്ക് പീപ്പിൾ ഹു ഗോ ടു എ സൈക്കാട്രിസ്റ്റ് ought to have their heads examined എന്ന്. അപ്പൊ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് തന്നെ ഇനിയിപ്പോ പോയാലും ഭ്രാന്തണ്ടെന്നാണ്. അപ്പൊ നമ്മള് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകണ എന്തിനാ? ഭ്രാന്തനല്ല, സൈക്കോളജിക്കൽ അനോമലി എന്താ പറയാ
ഫിസിയോളജിക്കൽ ലെവലിൽ വരുമ്പോഴാണ് നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകണേ, അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുള്ളൂ. അപ്പോ സ്റ്റേ വിത്ത് മീ, ഐ വാണ്ട് ടു ബി അലോൺ. ഓക്കെ, അപ്പൊ ഇഫ് യു സ്റ്റേ വിത്ത് മീ, ഓക്കെ. അപ്പൊ എങ്ങനെയാ ഞാൻ അലോൺ ആണോ എനിക്കറിയില്ല, പക്ഷെ അതില് എന്താ പറയാ, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, when all else fails, read the instructions. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ മാനുവൽ വായിക്കാതെയാണോ നമ്മളൊരു കാര്യം ചെയ്യണത്? അപ്പൊ മെഷീൻസ് ഒക്കെ ആണെങ്കിലും ആൾക്കാർ മാനുവൽ ഒന്നും പോയി നോക്കൊന്നുമില്ല, അവർ അവരുടെ രീതിയിൽ എന്താ പറയാ അഴിച്ചുപണി നോക്കും. അങ്ങനെ തിരിച്ച് പിറ്റ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴായിരിക്കും പോയി ഡോക്യുമെന്റേഷൻ വായിക്കണേ. ഇത് പ്രോഗ്രാമിംഗിൽ അത് വളരെ റാമ്പന്റ് ആണ്. പീപ്പിൾ ഹൂ they write their programs and then will debug for hours, എന്നിട്ട് പിന്നെ നമ്മൾ എറർ എന്താന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോ ആ ഡോക്യുമെന്റേഷൻ ഏറ്റവും അടിയിൽ നോട്ടിലുണ്ടാവും, നിങ്ങൾ എന്ത് എററാണ് വരുത്തി അത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മള് മറ്റേ ഈ ഡോക്യുമെന്റേഷൻ ക്ലിയർലി വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതൊരു ഇതാരോ പറഞ്ഞു, ആഗ്നസ് അലൻ എന്ന് പറഞ്ഞ പുള്ളിയെ പറഞ്ഞു. ഒരെണ്ണം ഇനി അനോണിമസിന്റെ ഇടെ, ഐ വിൽ ഗീവ് മൈ റൈറ്റ് ആം ടു ബി ആംബിഡെക്സ്ട്രസ്. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. പന്തെറിയുമ്പോൾ ഷട്ടിൽ കളിക്കുമ്പോഴും ഈവൻ ഞാൻ എഴുതിയിരുന്നത് ലെഫ്റ്റ് ആയിരുന്നു, പക്ഷെ അന്ന് എന്റെ മദർ എന്റെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് എന്നെ റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ബാറ്റ് ചെയ്തപ്പോ അന്ന് സംഭവിച്ചെന്താ വെച്ചാൽ അങ്ങനെ കള്ളകൊതിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ബാറ്റ് ഒരു പ്രത്യേക രീതിയിലാണ് പിടിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞ എ പേഴ്സൺ ഹു ഈസ് ആക്ച്വലി എന്താ പറയാ ഡെക്സ്റ്ററിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ രണ്ട് കൈയും, ആംബി മീൻസ് ടു, അപ്പൊ രണ്ട് ഇതിപ്പോ എന്താ പറയാ ആംബി വാലൻസ് എന്നൊക്കെ പറയും. അതായത് അല്ലെങ്കിൽ ബാലൻസി എന്ന് പറഞ്ഞ ഒരു ചായ്വാണ്. ആംബി ബാലൻസ് പറഞ്ഞാൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ രണ്ട് കയ്യിലും സ്വാധീനം എന്ന ഒരാളെയാണ് എന്താ പറയാ ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഐ വിൽ ഗീവ് മൈ റൈറ്റ് ഹാൻഡ് ടു ബി ആംബി ഡെക്സ്ട്രസ് എന്നുള്ളത് ഒരു അനോണിമസ് ഓക്സിമോറോൺ ആണ്. പീപ്പിൾ വേറെ ഒന്നാണ്, പീപ്പിൾ ഷുഡ് ബി അലൗഡ് ടു പ്ലേ ദ വയലിൻ ഓൺലി ആഫ്റ്റർ ദേ ഹാവ് മാസ്റ്റേർഡ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ പ്ലേ ചെയ്യാതെ തന്നെ എങ്ങനെയാണ് മാസ്റ്റർ ചെയ്യണത്? ഇപ്പം അതൊരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഉണ്ടാവണേ. ഓക്കെ, അതാണ് അടുത്തത്. പിന്നെ എന്താ പറയാ, ഓക്കെ, ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ബൈ ക്വാണ്ടം ഫിസിക്സ് then you haven't really understood it. ഓക്കെ, ഈ നീൽസ് ബോർ. അപ്പൊ ഈ ക്വാണ്ടം ഫിസിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഐസക് ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സ്, അയാളുടെ 3 laws ഓഫ് ഗ്രാവിറ്റി, അപ്പോ ഫിസിക്സ് ഓഫ് ദി റിജിഡ് ബോഡി, ഓക്കെ, അതായിരുന്നു എന്താ പറയാ ദ ഫിസിക്സ് ഫോർ എ ലോങ് ടൈം. അപ്പോ ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റിയും നീൽസ് ബോറും മറ്റേ എർവിൻ ഷോഡിങ്ങറൊക്കെ ക്വാണ്ടം ഈ സബാറ്റമിക് ലെവലിൽ പോകുമ്പോൾ ഈ കാണുന്ന സബ്ജക്ട് ഒബ്ജക്ട് ഡിസ്റ്റിങ്ഷൻ ഇല്ലാന്നും കാര്യങ്ങൾ ക്വാണ്ടം ഫിസിക്സ് ലെവലില് ഒബ്സർവർ എഫക്റ്റ് ഉണ്ടോന്നാണ് ഉള്ളതൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഈവൻ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഓക്കെ, ഗോഡ് ഡസൻ പ്ലേ ഡൈസ് വിത്ത് ദ യൂണിവേഴ്സോ, അല്ലെങ്കിൽ എന്താ പറയാ പുള്ളി ടോസ് ഒന്നും ഇട്ടിട്ടല്ല കാര്യങ്ങൾ ചെയ്യണേ, ഡിറ്റർമിനിസം ഉണ്ടെന്നാണ് ഐൻസ്റ്റൈൻ ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനും ക്വാണ്ടം ഫിസിക്സ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഫോർ മാത്തമാറ്റീഷ്യൻസ്, ഫിസിസിസ്റ്റ്, ഫിലോസഫേഴ്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നാച്ചുറലി, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷന് മനസ്സിലായിട്ടില്ല, അതായത് ഇപ്പൊ അതിന്റെ എന്താണ് നീൽസ് ബോർ, ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് ബൈ ക്വാണ്ടം ഫിസിക്സ് then you haven't really understood it. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ്, ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ മൊണാഡ് ഉണ്ട്. ഈ മൂമെന്റ് യു അണ്ടർസ്റ്റാൻഡ് മൊണാഡ്, യു ലൂസ് ദി കേപ്പബിലിറ്റി ടു എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറയണേ. അതായത് ഇപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ ഒരാളിന്ന് എനിക്ക് സർക്യൂട്ട് ബ്രേക്കർ എക്സ്പ്ലെയിൻ ചെയ്ത
തന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ പാറ്റേൺ മൈക്രോ സർവീസസിൽ എത്ര പേര് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ ഇതിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഞാനത് എടുത്ത് നോക്കുമ്പോഴൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ റിലേറ്റ് വാട്ട് ദേ ആർ സെയിങ്. പക്ഷെ പല കാര്യങ്ങളും കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ വെച്ചാല് ആരും മര്യാദക്കൊക്കെ എന്താ പറയാ പറയുന്നൊന്നും കാണാറില്ല. അതിപ്പോ ഈ മെഷീൻ ലേണിംഗിലെ മാത്സ് പഠിച്ചു വരിക. Everybody will say that, okay, unlike others, okay, I've studied machine learning in a mathematical way. I am not a person who just actually throws library function calls at the data and then generates it. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ they lose the ability to explain about it. മോഡസ്റ്റി ഈസ് മൈ ബെസ്റ്റ് ക്വാളിറ്റി എന്ന്, അത് ജാക്ക് ബെന്നിയാണ്. ഓക്കെ, അതായത് ഈ മോഡസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ആണ് എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് ഒരു പൊങ്ങച്ചമാണല്ലോ. അപ്പൊ അതിൻ്റെയാണ് ചെയ്യണത്. ഇപ്പൊ കൊല്ലങ്ങൾക്ക് മുമ്പ് ഓക്കെ ഈ ചൊറിയന്മാരെ നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ച് ഇപ്പോ മിക്ക ആൾക്കാരും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൊറിയന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അവരെ ചൊറിഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവര് ചൊറിഞ്ഞോളൂ. അപ്പൊ ഈ എന്താ പറയാ, ഈ ഞാനിപ്പോ ഒരു കമ്പനിയിൽ വെച്ച് ഒരാൾ എന്നെ വേറെ ആളെ എന്താ പറയാ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അയാളൊരു ഭയങ്കര എന്താ പറയുക സ്ഥായിയായ ഭാവം പൊച്ചമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ പോയി നമ്മൾ അയാളെ നമ്മൾ കുറെ പൊങ്ങച്ചം പറയണം. അപ്പൊ പൊങ്ങച്ചം പറഞ്ഞപ്പോ ഒരാള് അപ്പൊ അയാൾ എന്നോട് മറ്റേ എന്നെ പരിചയപ്പെടുത്തിയ ആളോട് പറഞ്ഞു, നല്ല വിനയമാണല്ലോ എന്ന് ഇയാൾക്കെന്ന് പറയുന്ന മാതിരിയാണ്. മോഡസ്റ്റി ഈസ് മൈ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, ഇത് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. നീൽസ് ബോർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രഡിക്ഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട് എസ്പെഷ്യലി അബൌട്ട് ദ ഫ്യൂച്ചർ എന്ന്. ഓക്കെ, അത് കാരണം മോസ്റ്റ് പ്രഡിക്ഷൻസ് ആർ റോങ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ വേറെ എന്താണ് ഇത് തന്നെ. ഓക്കെ, അതൊരു നല്ലത്. ടു അപ്രീഷിയേറ്റ് നോൺ സെൻസ് റിക്വയർസ് എ സീരിയസ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ് എന്നാണ്. ഓക്കെ, അതോളാം. ടു അപ്രീഷിയേറ്റ് നോൺ സെൻസ് റിക്വയർസ് എ സീരിയസ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്. I had to give up masochism and I was enjoying it too much. അപ്പോ മാസോക്കിസത്തിന്റെ അർത്ഥം എൻ്റെ എന്താ പറയാ സ്വയം പീഡനമാണെന്നാണ് എനിക്ക് തോന്നിയേക്കണം. ഒന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ ഈ ഉപയോഗിച്ചിട്ടുണ്ട് മാസോക്കിസം. ഒരു മിനിറ്റ്. Okay, tendency to derive sexual gratification from others' own pain or humiliation. ഇല്ല, പെയിൻഫുൾ സ്വയം പീഡിപ്പിക്കുന്നതിനെ മാസോക്കിസം എന്ന് പറയും. അപ്പോ എന്താ പറയാ, ഐ ഹേറ്റ് മാസോക്കിസം കാണാനില്ല. I had to give up masochism. I was enjoying it too much. ഓക്കെ, ഇതാണ് ഇതിന്റെ. Everybody hates me because I am so universally liked. ഓക്കെ, ഞാൻ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് മിക്കവർക്കും എന്നോട് വെറുപ്പാന്ന് പറയണ മാതിരിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്താണ്, ഐ ഹേറ്റ് മ്യൂസിക് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് പ്ലേഡ് എന്ന്. ഓക്കെ, അപ്പൊ മ്യൂസിക് പ്ലേ, അപ്പൊ ഇതാണ് ഇതൊരു വേറൊരു കോട്ടാണ്. The best cure for insomnia is to get a lot of sleep. അപ്പൊ ഇൻസോമിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്ലീപ്പ് ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ അവസ്ഥയാണ്. അപ്പൊ അതൊരു ലോട്ട് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യമാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ടേക്സ് ടു ലോങ് എന്ന് ഇത് കാരി ഫിഷർ എന്ന ഒരാൾ പറഞ്ഞു. I find nothing more depressing than optimism.
ഓക്കെ, അതൊരു ഐ ഫൈൻഡ് മോർ ഡിപ്രസിങ് ദാൻ ഒപ്റ്റിമിസം. ഇതൊരു വളരെ അയാൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺവാണ്ടഡ് ഒപ്റ്റിമിസം ഉള്ള ആൾക്കാരുണ്ട്. അൺവാണ്ടഡ് ഒപ്റ്റിമിസം ഉള്ള ആൾക്കാര് എന്താ പറയാ, ദേ ആർ ടു മച്ച് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഒക്കെ എവറിത്തിങ് അറൌണ്ട് ഒക്കെ. അത് ദാറ്റ് ബ്രിങ്സ് പെയിൻ ഡൗൺ ദ ലൈൻ. അപ്പൊ അതിലൊരു അർത്ഥമുണ്ട്. അപ്പൊ അടുത്തതാണ് സാസ ഗബോർ പറഞ്ഞ, പേഴ്സണലി ഐ നോ നത്തിങ് അബൌട്ട് സെക്സ് ബിക്കോസ് ഐ എം ഓൾവേസ് ബീൻ മാരീഡ് എന്ന്. അപ്പോ എന്താ പറയാ, ഈ വേറൊരു കാര്യമുണ്ട്, പല പ്രോഗ്രാമേഴ്സും പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ലോ, പ്രോഗ്രാം ചെയ്താ പഠിക്കണം. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ചിലപ്പോ 20 കൊല്ലം പ്രോഗ്രാം ചെയ്തിട്ടും പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതില് എന്താണ് ഇതിന്റെ എന്ന് പറയാൻ പറ്റില്ല. If there is the 50-50 chance that something can go wrong, then 9 times out of 10 it will fail. Okay, അപ്പൊ 50-50 ചാൻസ് ഉള്ളത് എങ്ങനെയാ 90%ലും ഫെയിൽ ആവാൻ പോണേന്നുള്ളത് നമുക്ക് ദൈവത്തിന് അറിയാം. ഓക്കെ, പക്ഷെ അതായത് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഷുവർ ദാറ്റ് ഈ 50-50 ഉണ്ടെങ്കിലും ഫെയിൽ ആവുന്നതായിരിക്കും. അപ്പോ ഇനിയിപ്പോ ഇത് ഒരു വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഐ തിങ്ക് ഇത് ഞാൻ ഒരു ഓൾഡ് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഓക്സിമോറോണിക്ക പാരഡോക്സിക്കൽ വിറ്റ് ആൻഡ് വിസ്ഡം എന്നാണ് ഇത് ചെയ്യണേ. അതായത് 100,000 കോപ്പീസ് വിറ്റിട്ടുണ്ടെന്നാ പറയുന്നത്. ഡോക്ടർ മാർഡി ഗ്രോത്ത് ആണ് ഇതിന്റെ ഓതർ. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ബാക്ക് ഒന്ന് വായിക്കാം. ഹ്യൂമൻ ബീയിങ്സ് ആർ ഓഫൺ അറ്റ് ദെയർ മോസ്റ്റ് പ്രൊഫൗണ്ട് when they are apparently talking nonsense. ഓക്കെ, ഇത് നോൺസെൻസ് ആണ്. ഈ ഓരോ ഓക്സിമോറോണിക് സെന്റൻസും നോൺസെൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, അതിന് ഇംപ്ലൈഡ് മീനിങ് ഉണ്ട്. This seriously funny collection draws together a host of delightfully contradictory statements from leading writers and wits and shows how, in spite of their paradoxical nature, they convey arresting and amusing truths about art, love and the human condition. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരഡോക്സ് ഒരു നൈസ് മെക്കാനിസം ആണ് ഇൻ ഓർഡർ ടു കൺവേ ഐഡിയ. അപ്പൊ ഞാൻ 2 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഉപസംഹരിക്കാം. അതായത് ആ ബുക്കിന്റെ പേര് ഒന്നുകൂടി ഓർത്തിരിക്കുക, ഓക്സിമോറോണിക്ക എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, എനിക്കറിയില്ല ഇന്ത്യൻ എഡിഷൻ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോ എന്താ പറയാ, ഈ ഭഗവത്ഗീതയില് ഒരു ശ്ലോകമുണ്ട്, അതിന്റെ അർത്ഥം ഇങ്ങനെ, അത് ഏതോ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ സ്വാമി സർവപ്രിയാനന്ദയുടെ എന്താ പറയാ ബുക്കിൽ നിന്ന് കണ്ടേ. വേഴ്സ് അറിയാമെങ്കിൽ എൻ്റെ സ്പാനിഷ് വെർഷൻ ഓഫ് ഭഗവത്ഗീത വരെ ഉണ്ട്, മനസ്സിലായില്ലേ? ഇത് സ്പാനിഷ് വെർഷനാണ്. ഞാൻ ഒരു ദിവസം ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കുന്നതായിരിക്കും. അപ്പോ അതിൽ പറയുന്നുണ്ട്, വൺ ഹൂ സീസ് ആക്ഷൻ ഇൻ ഇനാക്ഷൻ ആൻഡ് ഇനാക്ഷൻ ഇൻ ആക്ഷൻ ഇസ് എ യോഗി. അതായത് കർമ്മത്തിൽ അകർമ്മം കാണുന്നവനും അകർമ്മത്തിൽ കർമ്മം കാണുന്നവനുമാണ് യോഗി എന്ന്. അപ്പൊ ഇതൊരു എന്താ പറയാ, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിസ്റ്റൻസ് ആബ്സല്യൂട്ട്, അത് അനിർവചനീയ ഖ്യാതി ഉള്ള ഒരു സാധനമാണെന്നാണ്. അതായത് അത് അൺഡിഫൈനബിൾ ആണെന്നാണ് മറ്റേ വേദാന്തികൾ പൊതുവെ പറയുന്നത്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം, അതായത് വൺ ഹൂ സീസ് ആക്ഷൻ ഇൻ ഇനാക്ഷൻ ആൻഡ് ഇനാക്ഷൻ ഇൻ ആക്ഷൻ ഇസ് എ യോഗി, അല്ലെങ്കിൽ കർമ്മത്തിൽ അകർമ്മം കാണുന്നവനും അകർമ്മത്തിൽ കർമ്മം കാണുന്നവനാണ് യോഗി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേറൊരു ആനക്ഡോട്ടും കൂടി പറയാം. അതായത് ചിന്താ ജെറോം ഉണ്ടല്ലോ, നമ്മുടെ ഈ CPM-ന്റെ ഒരു നേതാവ്, ഈ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ മറ്റേ കേൾക്കുന്നു. അപ്പൊ ചിന്താ ജെറോമിനൊരു എന്താ പറയാ, ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് പൊതുവെ കേരളീയ സമൂഹം കാണുന്നത്. എന്തായാലും ഷീ നോസ് ഹൗ ടു ഹോഗ് ദ ലൈം ലൈറ്റ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ഇംഗ്ലീഷിനെ തത്വമയി ന്യൂസ് ഈസ് സപ്പോസ് ടു റെപ്രസെന്റ് എന്താ പറയാ RSS BJP. അത് മാത്രമല്ല വേദാന്തത്തിനെ കുറിച്ചൊക്കെ അറിവുള്ളവരായിരിക്കും എന്നാണ് വെക്കണേ. അപ്പൊ അതില് ഒരു പർട്ടിക്കുലർ
സ്റ്റേറ്റ്മെന്റ് സ്വാമി നിത്യാനന്ദ ഇപ്പൊ ഒരു ആശ്രമമൊക്കെ പണിതിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിനെ പെടുത്തിയതെന്ന് പറയുന്നത്. ഷീസ് എ ഗുഡ് സ്കോളർ. ഓക്കെ, അപ്പോ ഞാൻ പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അതിൽ ഈ പുള്ളി പറയുന്നുണ്ട്, ഐ ഇൻ ദ ഐ ആൻഡ് യു ഇൻ ദ യു മൈറ്റ് നോട്ട് ഹാവ് എനി പ്രോബ്ലം, സ്റ്റിൽ ഐ ആൻഡ് യു ക്യാൻ കോറൽ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഐ ഇൻ ദ ഐ, എന്നിനുള്ളിലെ ആത്മാവും, യു ഇൻ ദ യു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവും തമ്മിൽ ഭേദമില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഫൈറ്റ് ഒന്നുമില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പൊ ആ അങ്ങനെ ഒരു ഈ പാരഡോക്സ് ഒരു വേ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ ഈ ബുക്ക് പറഞ്ഞാല് എന്താ പറയാ, ഈ ബുക്കിന് വളരെ ചീപ്പാണ്. ഒരു ഇന്ത്യൻ റുപ്പിയില് 10-30 രൂപ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അതായത് ഇപ്പൊ ഇംഗ്ലണ്ടിൽ ഒരു ഗുണമുണ്ട്, നിറച്ചും ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു പട്ടണം ഒരു യൂണിവേഴ്സിറ്റി പട്ടണം കൂടി ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോ ഇംഗ്ലണ്ടിലെ എല്ലാ സിറ്റി എനിക്കറിയില്ല, ഞാൻ അധികം കേട്ടിട്ടുണ്ട്. അതായത് ഈ നല്ല ബുക്സ് നമുക്ക് കിട്ടും. ഇനിയും ഞാൻ വേറെ ബുക്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് എന്താ പറയാ, നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.